എന്ത് സമാധാനം. സൈലന്റ് ആയിട്ടുള്ള കോളേജ്. ഇവിടെയെങ്കിലും ഒന്ന് സമാധാനത്തോടെ പഠിക്കാൻ പറ്റിയാൽ മതി. ഇവരൊക്കെ എന്തിനാ ഇറങ്ങി ഓടുന്നത്? ചേട്ടാ ചേട്ടാ ഒന്ന് നിന്നേ. അല്ല ഇവരൊക്കെ ഇത് എങ്ങോട്ട് ഓടുക? അതൊക്കെ പറയാം, താമ്പാടോ. അല്ല ചേട്ടാ, ഈ പെൺപിള്ളേരെന്തിനാ കിടന്ന് അടി കൂടുന്നത്? ഇവരൊക്കെ വലിയ പുള്ളികളാ. അതിന് ഇവരൊക്കെ ആരാ? നിനക്ക് ഞാൻ പറഞ്ഞു തരാം, നീ ഇവിടെ ഇരിക്കും. ഇവരെ കുറിച്ച് അറിയണതിന് മുന്നേ ഇവരെ ഈ ഭൂമിയിലോട്ട് ജനിപ്പിച്ച ആൾക്കാരുണ്ടല്ലോ, അവരെ കുറിച്ച് അറിയണം. എന്നിട്ട് ഇവരെ കുറിച്ച് അറിഞ്ഞാ പോരെ. വാ ഇവിടെ ഇരിക്കും, പറഞ്ഞുതരാം. ഇതാണ് കൊമ്പനാട്ട് മരക്കാരുടെ തറവാട്. കൊണ്ടും കൊടുത്തും വർഗീസ് പോൾ മരക്കാർ നേടിയെടുത്ത സാമ്രാജ്യം. 40 ഏക്കറിൽ വരുന്ന തറവാടാണ്. കോടികളുടെ ആസ്തിയുണ്ട്. പാടം, കുരുമുളക്, റബ്ബർ, ഏര, കോളേജ്, സ്കൂൾ, കമ്പനി, ഫാക്ടറി, പള്ളി, ഹോസ്പിറ്റൽ, ഇതുകൂടാതെ വേറെ. ഇതാണ് വർഗീസ് പോൾ മരക്കാർ. ഭാര്യ മറിയാമ്മ വർഗീസ് പോൾ മരക്കാർ. ഇവർക്ക് 2 ആൺമക്കളാണ്. 2ാമത്തെ മകന്റെ ജനനത്തോടെ മറിയാമ്മ വർഗീസ് പോൾ മരണത്തിന് കീഴടങ്ങി. സോ സാഡ്. പിന്നീട് അങ്ങോട്ട് വർഗീസ് പോൾ ഒറ്റയ്ക്കാണ് മക്കളെ വളർത്തിയത്. മക്കള് 2 പേരും വളർന്നു വലുതായി. മൂത്ത മകൻ ആന്റണി വർഗീസ് പോൾ മരക്കാർ, 2ാമത്തെ മകൻ ആൻഡ്രോസ് വർഗീസ് പോൾ മരക്കാർ. മക്കളുടെ കല്യാണത്തിന് ശേഷം അവർ സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ച് തർക്കമായി. വർഗീസ് പോൾ മക്കളുടെ തർക്കം കാരണം ഒരു നിബന്ധനയിലെത്തി. അല്ല, പുള്ളിക്കാരെ എന്ത് നിബന്ധനയാ വെച്ചത്? ആർക്കാണ് ആദ്യ പെൺകുഞ്ഞ് ജനിക്കുന്നത് ആ കുഞ്ഞിന്റെ പേരിലായിരിക്കും സ്വത്തിന്റെ ഭൂരിഭാഗം അവകാശം എഴുതി വെക്കുന്നതെന്ന്. ഇതിനിടയിൽ തന്നെ ആന്റണിക്കും ആൻഡ്രോസിനും മക്കളും ജനിച്ചു. ആന്റണിക്ക് 3 ആൺമക്കളും ആൻഡ്രോസിനും 3 ആൺമക്കളും. അങ്ങനെ ഇരിക്കെയാണ് കർത്താവ് ആന്റണിയെ തുണച്ചു. ആന്റണിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. 2 കൂട്ടരുടെ മക്കളും വളർന്നു വലുതായി. വർഗീസ് പോളിന്റെ കൊച്ചുമകൾക്ക് 18 വയസ്സായപ്പോൾ തന്നെ കൊച്ചുമകളുടെ പേരിൽ സ്വത്തിന്റെ ഭൂരിഭാഗവും എഴുതി വെച്ചു. അതോടെ ഏട്ടനും അനിയനും ശത്രുക്കളായി. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് അങ്ങോട്ട് ഏട്ടനും അനിയനും മുഖത്തോട് മുഖം നോക്കിയ ശത്രുക്കളായിരുന്നു. അസുഖത്തെ തുടർന്ന് കാരണം അവര് വലിയായി. അതിനുശേഷം സ്വത്തിന്റെ പേരിൽ ആന്റണിയും ആൻഡ്രോസും പൊരിഞ്ഞടിയായി. അങ്ങനെ ആന്റണിയും ആൻഡ്രോസും 2 വീടുകളായി താമസമായി. ആൻഡ്രോസ് കൊമ്പനാട്ട് തറവാട്ടിലും ആന്റണി അവരുടെ തന്നെ മറ്റൊരു വീട്ടിലും. എന്നാൽ വീട്ടുപേര് വിട്ടുകൊടുക്കാൻ 2 കൂട്ടരും തയ്യാറായില്ല. അതോടെ ശത്രുക്കളായിരുന്നവർ ആ ജന്മ ശത്രുക്കളായി മാറി. ഇത് കണ്ടുനിന്ന നാട്ടുകാർക്ക് അതിലുപരി സന്തോഷമായിരുന്നു. 2 കൂട്ടരും തമ്മിൽ തല്ലി പിരിഞ്ഞതിന്റെ ആഘോഷമാക്കി നാട്ടുകാരും. അതിനുശേഷം 2 കൂട്ടരും തമ്മിൽ കണ്ട അടിയോട് അതേപോലെ തന്നെ അവരുടെ മക്കളും. ആന്റണി വർഗീസ് പോൾ മരക്കാർ, ഭാര്യ ഗ്രേസി ആന്റണി പോൾ. ഇവരുടെ മക്കൾ ഇത് ജോർജ് ആന്റണി പോൾ മരക്കാർ, ഭാര്യ ലൂസി ജോർജ് പോൾ. ഇവരുടെ മക്കൾ ഇത് സ്റ്റീഫൻ. അപ്പനെയും അമ്മനെയും കമ്പനി കാര്യങ്ങളൊക്കെ സഹായിച്ച് അങ്ങനെ അങ്ങ് പോകുന്നു. ഇത് ജൂലി, മോഡലിംഗ് ആണ്. അതിന്റെ തിരക്കും കാര്യങ്ങളായി പുള്ളിക്കാരി അതിന്റെ വഴിയെ അങ്ങ് പോകുന്നു. ഇത് ജേക്കബ് ആന്റണി പോൾ മരക്കാർ, ഭാര്യ നാൻസി ജേക്കബ് പോൾ. ജേക്കബ് എസ്റ്റേറ്റ് ഒക്കെ നോക്കി നടത്തുകയാണ്. നാൻസി ഹൗസ് വൈഫാണ്.
time. മൂത്ത മകൾ ക്ലാര, ജേക്കബ് പോൾ. ക്ലാര ഒരു മ്യൂസിക് ടീച്ചറാണ്. അവർക്ക് 2 മക്കളുണ്ട്. ക്ലാരയുടെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇത് ക്ലാരയുടെ 2 മക്കൾ വിക്കി, വിഹാൻ. ഇത് ക്രിസ്റ്റി ഒരു ഡാൻസ് ടീച്ചറും കൂടിയാണ്. പുള്ളിക്കാരൻ പിന്നെ അപ്പനും അമ്മേനെയൊക്കെ സഹായിക്കും. ജെയിംസ് ആന്റണി പോൾ മരയ്ക്കർ, ഭാര്യ മേരി ജെയിംസ് പോൾ. ജെയിംസ് കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്താണ്. ഇത് ജോയൽ ജെയിംസ് പോൾ, കൊമ്പനാട്ട് കുടുംബത്തിലെ മറ്റൊരു പുലിക്കുട്ടി. ജോയൽ ബോക്സറാണ്. അതിനായിട്ട് തന്നെ ഒരു ബോക്സിംഗ് സ്കൂളും തുടങ്ങിയിട്ടുണ്ട്. ഇത് ജെനിഫർ, ജോയലിന്റെ തനി പകർപ്പാണ്. പിന്നെ വാശി എന്ന് വെച്ചാൽ അങ്ങേറ്റത്തെ വാശിയാണ്, ഒന്നും വിട്ടുകൊടുക്കില്ല. ജെനിഫർ BA സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഇവരുടെ കോളേജിൽ തന്നെയാണ് കേട്ടോ. കൊമ്പനാട്ട് തറവാട്ടിലെ ഏക പെൺതിരി, പേര് ആലീസ്. ആലീസിന് ഒരു മകളുണ്ട് കേട്ടോ. ആലീസ് പഠിച്ചതൊക്കെ ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ പഠിക്കുന്ന ഒരു പയ്യനുമായി ആലീസ് പ്രണയത്തിലായി. 2 പേരുടെയും പ്രണയം അതിര് വിട്ടു. ഇതിനിടയിൽ തന്നെ ആലീസ് ഗർഭിണിയായി. ഇയാള് നൈസായിട്ട് കൈയൊഴിഞ്ഞു. ഇത് ആലീസിന്റെ വീട്ടിലറിഞ്ഞ് വേണ്ട പ്രശ്നമായിരുന്നു. ഈ വിവരം അറിഞ്ഞ ആൻഡ്രോസ് മക്കളും സംഭവം ഒരു ആഘോഷമാക്കി മാറ്റി. അതോടെ നാട്ടിലെങ്ങും പാട്ടായി. അത് കേട്ടത് ആലീസ് ആകെ തളർന്നു. ഇനി നാട്ടിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പിച്ചു. ആലീസിന് ഒരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു. കുടുംബക്കാരുടെ പ്രശ്നങ്ങളൊന്നും കണ്ട് ആ കുഞ്ഞു വളരണ്ട എന്ന് ആലീസ് അങ്ങ് തീരുമാനിച്ചു. ഇതാണ് നമ്മുടെ കഥാനായിക അന്ന, ആലീസിന്റെ മകൾ. വീട്ടുകാരുടെ പൊന്നോമന പുത്രി, ഈ ജയമരുടെ കുഞ്ഞിപ്പെങ്ങൾ. കൊമ്പനാട്ട് കുടുംബത്തില് ആകെ മനുഷ്യപ്പെട്ടുള്ളത് ആലീസിനും അന്നയ്ക്കും മാത്രമാണ്. ഇവരെ 2 പേരെ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ആജന്മ ശത്രുക്കളാണ്. അന്ന ഡോക്ടറാവാൻ വേണ്ടി പഠിക്കുകയാണ്. ഇപ്പൊ ബാംഗ്ലൂരിലാണുള്ളത്. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്. ഇതുവരെ കൊമ്പനാട്ട് തറവാട്ടിലുള്ളവര് അന്നയെ കണ്ടിട്ടില്ല. അവര് പറയുന്നത് നാണക്കേട് കൊണ്ട് ആലീസ് മോളെയും കൂട്ടി നാട്ടിലേക്ക് വരാത്തതെന്നാണ്. അങ്ങനെയും ഒരു കാരണമാവാം. ഇത് വർഗീസ് പോളിന്റെ 2ാമത്തെ മകൻ, ആൻഡ്രോസ് വർഗീസ് പോൾ മരയ്ക്കാർ. ഭാര്യ മരിച്ചുപോയി. ഇവർക്ക് 3 മക്കളാണ്. മാർട്ടിൻ ആൻഡ്രോസ് പോൾ, ഭാര്യ സൂസൻ മാർട്ടിൻ പോൾ. മാർട്ടിൻ ഒരു ലോയറാണ്. സൂസൻ കോളേജ് പ്രൊഫസറും. ഇവരുടെ കോളേജ് തന്നെയാണ് കേട്ടോ. ഇത് വിക്ടർ ഒരു പോലീസ് ഓഫീസറാണ്. ഇത് വിക്ടറിന്റെ ഭാര്യ ലിസ ഒരു ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇത് അവരുടെ മകൻ അലൻ, അല്ലു എന്ന് വിളിക്കും. ഇത് ഫെലിക്സ്, കോളേജിലെ പഞ്ചാരക്കുട്ടായി, 3rd ഇയർ സ്റ്റുഡന്റ് ആണ്. വഴിയെ പോകുന്ന പണിയെല്ലാം ഫെലിക്സ് ഏണി വെച്ച് പിടിച്ചു. അതാണ് പുള്ളിക്കാരന്റെ ഒരു ഹോബി. മാത്യു ആൻഡ്രൂസ് പോൾ വരയ്ക്ക, ഭാര്യ
ജെസി മാത്യു പോൾ. മാത്യു കമ്പനി കാര്യങ്ങളോ ഹോസ്പിറ്റലൊക്കെ നോക്കി നടത്തുകയാണ്. ജെസി മാത്യുവിനെ സഹായിക്കുന്നു. ഇത് ഡാനി. മാത്യു പോൾ മരിക്കാൻ കൊമ്പനാട്ട് കുടുംബത്തിലെ ആൺപുലികളിൽ ഒരാൾ. കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞപ്പോ തന്റെ പ്രിയമിത്രം വന്നാൽ മാത്രമേ കമ്പനിയിലോട്ട് ലാൻഡ് ആവുള്ളൂ എന്നും പറഞ്ഞ് ശബ്ദം ചെയ്യുന്ന മുതൽ. അതാരാ ഡാനിച്ചാന്റെ പ്രിയമിത്രം? അതൊരു ഒന്നൊന്നര മുതലാ മോനെ. ഡയാന മാത്യു പോൾ മരിക്കാൻ കൊമ്പനാട്ട് കുടുംബത്തിലെ പെൺപുലി. ഇച്ചായമാരുടെ ചോളക്കുട്ടി സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. മൈക്കിൾ ആൻഡ്രോസ് പോൾ. ഭാര്യ സാറ മൈക്കിൾ പോൾ. മൈക്കിൾ എസ്റ്റേറ്റ് ഒക്കെ നോക്കി നടത്തുകയാണ്. ഇവർ കാർ ഷോറൂമും കൂടിയാണ്. സാറ ഹൗസ് വൈഫാണ്. നായിക ഉണ്ടെങ്കിൽ നമുക്കൊരു നായകൻ വേണമല്ലോ. അതായത് എല്ലാരും ഇങ്ങോട്ട് നോക്കിക്കേ. ഇതാണ് നമ്മുടെ നായകൻ ആബി മൈക്കിൾ. കൊമ്പനാട്ട് കുടുംബത്തിലെ ആൺപുലി. 8-102 എന്ന സ്വഭാവമാണ്. മൊത്തത്തിൽ പറഞ്ഞ ഒരു താൻ തോന്നി. boy in my fire, G-I-R-L girl in my pundit. This girl is so hot that'll make him crazy. They're just gonna rock, so take it easy. In the rent a pair, touching, got anytime, anywhere, kissing. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രിയമിത്രം, ഡാനിച്ചാന്റെ സ്വന്തം ആൽബി. കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ എപ്പം പറഞ്ഞപ്പോ അപ്പനും പറഞ്ഞിട്ട് പോയ മുതലാണ് ഈ കമ്പനി കാര്യങ്ങളൊന്നും നോക്കുക പക്ഷയില്ലെന്ന്. പുള്ളിക്കാരന് ഈ അടി പിടി അതൊക്കെ പറ്റൂ. പിള്ളേരായ കുറച്ച് തന്റെ ഇടൊക്കെ വേണ്ടേ. അതങ്ങനെ വർക്ക് സ്കൂളിന് ശേഷം ആൽബി ചായ ഏറ്റെടുത്തു. ഇത് ഇവ മൈക്കിൾ പോൾ. ഡോക്ടറാവാൻ പഠിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. കൊമ്പനാട്ട് കുടുംബത്തിലെ കുറുമ്പി. നിശ്ചയമാരൊക്കെ ലാളിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ. ജോയൽ, ക്രിസ്റ്റി, ഡാനി, ആൽബി ഇവര് 4 പേരും ഒരുമിച്ച് കണ്ട പള്ളിപ്പറമ്പ് പൂരപ്പറമ്പാക്കും. ആ കുടുംബത്തിന്റെ പ്രശ്നം നമ്മൾ കുറച്ചു മുന്നേ ഇവിടെ കണ്ടത്. ഇവര് കോളേജിൽ വെച്ച് തീർക്കുന്നു, ബാക്കിയുള്ള കാണുന്ന സ്ഥലത്ത് വെച്ച് തീർക്കുന്നു. അല്ല, ഈ കുടുംബത്തിലുള്ളവരെ കുറിച്ച് കറക്റ്റായിട്ട് ചേട്ടൻ പറഞ്ഞല്ലോ. അപ്പൊ ചേട്ടനാരാ ഈ കുടുംബത്തില്?